നമ്മുടെ കിച്ചണിൽ ഇന്ന് നമുക്ക് ചക്ക വരട്ടിയത് കൊണ്ട് നല്ല രുചികരമായുള്ള ചക്ക അട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ അരിപ്പൊടി കൊണ്ടൊക്കെ നമ്മൾ തയ്യാറാക്കൂല ഇലയട, അതുപോലെ ചക്ക വരട്ടി കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അട തയ്യാറാക്കാം. നമുക്ക് ചക്ക ഇല്ലാത്ത കാലത്തും ഒക്കെ നമ്മൾ ഇതുപോലെ ചക്ക വരട്ടി എടുത്തു വെച്ചാൽ മതി. ഇതുപോലെ ഏത് സീസണിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചക്ക അട തയ്യാറാക്കാം. നല്ല ഒരു ഹെൽത്തി ഡിഷാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിപ്പോൾ നമുക്ക് ചക്ക വരട്ടി കഴിഞ്ഞ് നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ അവിടെയും തയ്യാറാക്കാം. ചക്ക തന്നെ വേണമെന്നില്ലേ, ചക്ക വരട്ടിയത് കൊണ്ട് തന്നെ ഇതിനേക്കാളും ടേസ്റ്റിൽ ഈ ഒരു അടിപൊളി ചക്കട തയ്യാറാക്കാം. നമ്മുടെ കിച്ചണിൽ നമ്മൾ ചക്ക വരട്ടി കൊണ്ടുള്ളൊരു അടയിന് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക വരട്ടി നമുക്ക് ഏത് കാലത്തും ഇങ്ങനെ വരട്ടി എടുത്ത് വെച്ചാൽ ചക്കട തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു അരക്കപ്പോളം ചക്ക വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 1.5 ഗ്ലാസ്സിന് എടുത്തുള്ളത് വറുത്തരിപ്പൊടി, പിന്നെ ഒരു കപ്പോളം നാളികേരം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്. ഇത് നമുക്ക് ആദ്യം നെയ്യിൽ വറുത്തു കോരാം. പിന്നെ ഞാൻ ചുക്ക്, ഇത്തിരി നല്ല ജീരകം, അതുപോലെ ഏലക്കായ, ഇത് 3ഉം കൂടി പൊടിച്ച് ഒരു സ്പൂൺ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ച പൊടിന് ഇത് നമുക്കൊരു നുള്ള് വേണം. ഒരു പാത്രം വെച്ച് നമുക്കൊരു സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിൽ നമ്മൾ നാളികേരം വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തുള്ളത്. ചെറുതാക്കി നുറുക്കിയ നാളികേരം ചേർക്കാം, കുത്ത്. അതൊന്ന് മൂത്ത് വരണ വരെ നമുക്കൊന്ന് ഇളക്കി നിൽക്കാം. കടയിൽ നാളികേരക്കൊത്ത് ചെറിയതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുണ്ട്. ഇതുപോലെ നമ്മൾ ചക്ക വരട്ടി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തയ്യാറാക്കാം. ചക്കക്കാലത്തും എല്ലാ കാലത്തും നമുക്ക് തയ്യാറാക്കാം. ഇപ്പം നാളികേരക്കൊത്തിന്റെ നിറം ഇങ്ങനെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് കണ്ട ഈ ഒരു പാകമാകുമ്പോൾ ഓഫ് ചെയ്യാം. നെയ്യിൽ തന്നെ കിടന്ന് ഒന്നും കൂടി ഒന്ന് മൂക്കുക. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ ചില ഭാഗം ഇങ്ങനെ കരിഞ്ഞു കിടക്കും. നാളികേരക്കൊത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ വരട്ടിയ ചക്ക ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. 1 കപ്പ് വേണ്ട, ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തതൊന്ന് അരച്ചെടുക്കാം. എത്ര വെള്ളം ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഈ ചക്ക വരട്ടി ഇതൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് അങ്ങോട്ട് യോജിച്ചോളൂ. ചക്കടയൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. ചക്ക വരട്ടിയുള്ള അട സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാതും കൂടിയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇങ്ങനെ ആക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അവിടെ എത്തിയോളും. അപ്പോൾ അങ്ങനെ ചക്ക അടിക്കുമ്പം ഇങ്ങനെ കട്ട കുത്തി കിട്ടില്ല, അങ്ങനെ എല്ലാ ഭാഗത്തേക്കായിട്ട് കിട്ടും. നമ്മുടെ ചക്ക വരട്ടിയത് വെള്ളത്തിൽ നല്ലോണം അലിഞ്ഞ് ചേർന്നുണ്ട്. കണ്ടാ ഇതുപോലെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. എല്ലാ ഭാഗവും ഒന്നും ഇങ്ങനെ നല്ലോണം അമർത്തി ഇങ്ങനെ ആക്കിയാൽ മതി, എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ അല്ലെങ്കിൽ ചെറിയ കട്ടകൾ കിട്ടും. ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഓൾറെഡി വെന്തുള്ളത്, എന്നാലും ഇതൊന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഈ പാത്രത്തേക്ക് മാറ്റിയത് നമുക്കിങ്ങനെ അട കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തു, ഒരു നുള്ളു ഉപ്പ്, ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുള്ളൂ. ഇതിലേക്ക് നമ്മൾ നാളികേരം വറുത്തതും കൂടി ചേർക്കാം. നെയ്യോട് കൂടി ഒഴിക്കണം. അട കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളികേരം കൊത്ത് വറുത്തിട്ട് ചേർത്തുള്ളത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാൽ മതി. ഇപ്പം ഇതിൽ ഒന്നും വേവാത്തതായിട്ടില്ല. അപ്പം നെയ്യും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നെയ്യും കൂടി ഒഴിച്ച് അതിനൊരു അടയ്ക്ക് നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. ഇനി നമുക്ക് ഒരു ചൂടൊന്ന് കുറയുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ അരിപ്പൊടിയും ഇതെല്ലാം കൂടി അതായത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി പാകമാക്കിയിട്ട് എടുക്കാം. ചെറിയ 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 ഉരുളകളാക്കി വെക്കാം. ഇതുപോലെ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി വെക്കാം. അപ്പം എല്ലാം നമ്മുടെ അടയ്ക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ പരത്താം.
ഇലയിൽ പരത്തേണ്ട ആവശ്യമില്ല, ഇലയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി എടുത്താൽ മതി. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇല മടക്കിയിട്ട് ഈ ഒരു മടക്കിൻ്റെ അവിടെയായിട്ട് ഈ ഉള്ളു വയ്ക്കുക. എന്നിട്ട് മാവ് വെച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത്രയും ആവശ്യമുള്ളൂ. നമ്മൾ കൈ കൊണ്ട് പരത്തേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ വെക്കാത്ത കാരണം ചക്ക വരട്ടി കൊണ്ടുള്ള അട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേണം ആക്കാനായിട്ട്. ഇത് പുറത്ത് പോകണ്ടെങ്കിൽ നമ്മളിങ്ങനെ മെല്ലെ ഇതിലേക്ക് ആക്കി അതിന് ശേഷം ഇവിടെ രണ്ടും ഇങ്ങനെ മടക്കാം, ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ. ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാനായിട്ട്. അപ്പം നമ്മൾ അടയൊക്കെ പരത്തി ഇനി നമുക്കൊരു ചെമ്പ് വെച്ച് ഇഡ്ഡലി പാത്രം വെച്ച് ഒരു തട്ട് വെച്ച് നമ്മൾ പരത്തിയ ഇല അടകൾ ഇതിൽ വെക്കാം. നമുക്കത് അടച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. 15 മിനിറ്റ് ആയിട്ട് ഇനി നമുക്കിതൊന്ന് തുറക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് ഇതൊന്നൊക്കെ ഒന്ന് മറച്ചിട്ടു, 2 ഭാഗം ആവാൻ വേണ്ടി ഒന്ന് മറച്ചിട്ടു. അപ്പം നമുക്ക് ഇതെടുക്കാം. അപ്പം നമ്മുടെ ചക്ക വരട്ടി കൊണ്ടുള്ള ഇലയുടെ തയ്യാറായിട്ട് ഇനി നമുക്ക് ഒരെണ്ണെടുക്കാം. കണ്ട, ഇതെടുത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചൂടാറിയിട്ട് വേണം കേട്ടോ. നല്ല ഒരു അടീനെ ചക്ക ഇല്ലാത്ത കാലത്ത് നമുക്ക് ഇതുപോലെ വരട്ടി വെച്ചാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ ചക്കട ഏത് കാലത്ത് വേണമെങ്കിൽ തയ്യാറാക്കാം. ചക്ക ഇല്ലാത്ത കാലത്തും ഒക്കെ നമുക്ക് ചക്കട ഇതുപോലെ ചക്ക വരട്ടി കൊണ്ട് തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.